Good day to all. So നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ കാലറി ഗെറ്റിംഗ് ഫ്രം ഇൻഫ്യൂഷൻ ഓഫ് 1000 ml ഓഫ് 5% dextrose? Choice A 200 kilocalorie, choice B 400 kilocalorie, choice C 800 kilocalorie and choice D 1000 kilocalorie. Okay. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും എടുക്കുക. നമുക്ക് ഇച്ചിരി ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് 1000 ml 5% ഡെക്സ്ട്രോസ്, അതിൻ്റെ അകത്ത് നമുക്ക് എന്തോരം കാലറിയാണ് കിട്ടുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം പെർസെൻറ്റേജ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ 100 ml ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 100 ml 5 gram ഓഫ് ഡെക്സ്ട്രോസ്, അതാണ് 5% എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 100 ml 5 gram ഓഫ് ഡെക്സ്ട്രോസ് ഉണ്ട്. അപ്പം യൂഷ്വലി 1000 ml എത്ര കാണും? 1000 ml അപ്പം എന്താണ് ആ ഒരു 5 × 10 എന്നുള്ളതാണ് അല്ലേ, 50 gram ഓഫ് ഡെക്സ്ട്രോസ് കാണും. കാരണം 100 ml 5 gram ഓഫ് ഡെക്സ്ട്രോസ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് 1000 ml എത്ര കാണും? 50 gram ഓഫ് ഡെക്സ്ട്രോസ് കാണും. ഓക്കെ, അതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ കാലറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ കാലറിയിൽ യൂഷ്വലി 1 gram ഓഫ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 kilocalories ആണ് വരുന്നത്. ഓക്കെ, 1 gram ഓഫ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, അത് എത്ര കിലോ കാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 4 kilocalorie പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 50 gram ആണ് കിട്ടിയേക്കുന്നത്. 50 gram ഓഫ് ഡെക്സ്ട്രോസ് ആണ് കിട്ടിയേക്കുന്നത്. സോ അതിനെ കിലോ കാലറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. 50 × 4 ദാറ്റ് ഈസ് 200 kilocalories എന്നുള്ളതാണ് നമുക്കിവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ദാറ്റ് ഈസ് 200 kilocalories. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.